ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഡ്രസ്സ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് പോവാം. ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 290ൻ്റെ ഒരു നൈറ്റി മെറ്റീരിയലാണ്. അപ്പം നൈറ്റി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെങ്ത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടുമായിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ വന്നിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് ലെങ്ത്തും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ 42 സൈസ് അളവിൻ്റെ ടോപ്പാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പം 42ൻ്റെ 4 ഭാഗത്തിൽ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വരുമ്പോൾ 10.5 ഇഞ്ചാണ് വരുന്നത്. 10.5 to 2 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ട് എടുക്കാം. 10.5 2 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ട് ഇവിടെ നിന്ന് നമുക്ക് മടക്കി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ അളവ് നോക്കാം. 12.5 ആണ് അളവ് കേട്ടോ. 12 വിട്ട് വന്നിട്ട് 12.5. പന്ത്രണ്ടര 12.25 ഉണ്ട് കേട്ടോ. ഞാനത് 12.25 അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ വന്നിട്ട് 7.5. ഷോൾഡർ 7.5. ആം ഹോൾ വന്നിട്ട് അതേ സെയിം അളവ് തന്നെയാണ്, 7 തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ചെസ്റ്റ് അളവ് വന്നിട്ട് ചെസ്റ്റ് 42 ആണല്ലോ. അപ്പോൾ 10.5 10.5 ചെസ്റ്റ് അളവ്. പിന്നെ ബാക്കിയുള്ളത് തയ്യൽ തുമ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എത്രയാണ് തയ്യൽ തുമ്പ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് വരെ ഉണ്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച്. ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. നെക്ക് ലെങ്ത് വന്നിട്ട് 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്ക് വന്നിട്ട് 4 ഇഞ്ചാണ് എടുക്കുന്നത്. വിഡ്ത്ത് വന്നിട്ട് 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഒരു ബോക്സ് അളവില് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പാണ് കേട്ടോ വരഞ്ഞു കൊടുക്കണം. അങ്ങനെ ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് ഇവിടെ നിന്ന് ഷോൾഡർ ചെറുതായി ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ലെങ്ത് ഒരു 13.5 എടുക്കാം. അതിനുശേഷം വന്നിട്ട് നമ്മുടെ വേസ്റ്റ് അളന്നെടുക്കാം. വേസ്റ്റ് വന്നിട്ട് 40 ആണ് കേട്ടോ സൈസ് വരുന്നത്. അപ്പോൾ 10 ഇഞ്ച് 40ൻ്റെ 4ൽ ഒരു ഭാഗം 10 ഇഞ്ച് 2.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ,
ഹിപ്പ് അളവ് വന്നിട്ട് 19 എടുക്കുന്നത്, 19.5. ഹിപ്പിന്റെ ലെങ്ത് കിട്ടാ വിഡ്ത്ത് വന്നിട്ട് 11.5 46 വരിക. അതിന്റെ 1/4 ഭാഗം വന്നിട്ട് 11.5. 11.5 ടു നമ്മ സൈഡ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1.25 ഇഞ്ച് 1.25 ഇഞ്ചാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. അല്ല സോറി, ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയ ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്തത് നമ്മുടെ മാറ്റാം. ബാക്ക് നെക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലത്തെ തുണിയൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു. ഇനി സൈഡ് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള തുണി ഇതാണ്. ഇത് വന്നിട്ട് നമുക്ക് പാൻറ് കട്ട് ചെയ്തെടുക്കാം. അതിന് അതിങ്ങനെ 4 മടക്കി വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ വരുന്ന ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതേ ലെങ്ത് തന്നെയാണ്. 34.5 അടുത്ത് 34.4 വരുന്നുണ്ട്. അത് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 11.5 ഇഞ്ച് ഹിപ്പ് അളവുണ്ടല്ലോ, 11.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഞാൻ 13 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 11.5 ടു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ ആയിട്ട് 13 ഇഞ്ച് എടുക്കുന്നുണ്ട്. ക്രോച്ച് ലെങ്ത് വന്നിട്ട് 13 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ക്രോച്ച് ലെങ്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിഡ്ത്ത് വന്നിട്ട് 15 ഇഞ്ച് കേട്ടോ. 15 ഇഞ്ചാണ് എടുക്കുന്നത്. മൊത്തമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് 2 ഇഞ്ചാണ് ഉള്ളത് കേട്ടോ. ക്രോച്ചിൻ്റെ കൂടെ 2 ഇഞ്ച് ചെറുതായി ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഷേപ്പ് ചെറുതായി വരഞ്ഞു കൊടുക്കാം. ബോട്ടത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഞാനൊരു 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. അല്ല 7 ഇഞ്ച്. 7 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെയായിട്ടാണ് എടുക്കുന്നത്.
ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേലെ വന്നിട്ട് ഒരു 1.5 ഇഞ്ച് ബെൽറ്റിന്റെ ഇത് തയ്ക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേറെ തുണികൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. അത് ഞാൻ സ്റ്റിച്ചിങ് ടൈമിൽ കാണിച്ചു തരാം. ഈ ക്രോച്ച് ഏരിയന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് തുണി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇടുപ്പിന്റെ ഇവിടെ ഒരു 2 ഇഞ്ച് വേണമല്ലോ ബെൽറ്റിന് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട്, അതിൽ വെക്കാം നമുക്ക്. പക്ഷെ ഞാനിത് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് ഇത് എടുത്തിരിക്കണം. അപ്പം ബാക്കിയുള്ള വേറെ കുറച്ച് തുണിയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 3 ഇഞ്ച് അളവിൽ കട്ട് ചെയ്തിട്ട് ഇടുപ്പിന്റെ ഇവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് അങ്ങനെ അതിന് പിന്നെ നമുക്ക് സ്ലീവ് ചെറിയ ലെങ്ത് ആയിട്ടേ കിട്ടുള്ളൂ കേട്ടോ. എനിക്കിത് ഒരു 5 ഇഞ്ച് മതി. അപ്പം 5 ഇഞ്ച് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആണ്. ഓപ്പണിൽ വേറെ എന്തെങ്കിലും തുണി വെച്ചിട്ട് ഞാൻ ചെറിയൊരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടുള്ള അളവ് വന്നിട്ട് 9.5 ഇഞ്ചാണ് വരുന്നത്. അതിലൊരു 1/2 ഇഞ്ച് ഇങ്ങനെ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ കൂട്ടി അടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും വെക്കാനുള്ളതായിട്ടാണ് ഞാനൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് എടുത്തിട്ട് ചെറിയൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വിട്ട് വന്നിട്ട് 6 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആണ് കേട്ടുള്ളത്. ചെറുതായി ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ട് കാണാം. ഇപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നാളെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബൈ.